നമസ്കാരം. കാലചക്രത്തിന്റെ ഗതിയിൽ വളരെ നിർണായകമായ ഒരു മാറ്റത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഗ്രഹങ്ങളുടെ ഗുരുവായി അറിയപ്പെടുന്ന വ്യാഴത്തിന്റെ ഉച്ചക്ഷേത്രമാറ്റം. ജൂൺ 2-ാം തീയതി ഇത് സംഭവിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി പ്രതിസന്ധികളിലൂടെയും തടസ്സങ്ങളിലൂടെയും കടന്നുപോയവർക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം: ഇനിയുള്ളത് നിങ്ങൾക്ക് വേണ്ടിയുള്ള കാലമാണ്. വരാനിരിക്കുന്ന ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വലിയ അത്ഭുതങ്ങളാണ് കാത്തുവച്ചിരിക്കുന്നത്. അത് എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്? ഓരോ രാശിക്കാർക്കും ഈ മാറ്റം എങ്ങനെയാണ് രാജയോഗമായി മാറാൻ പോകുന്നത്? 2026 ജൂൺ 2-ാം തീയതി വ്യാഴത്തിന്റെ ഉച്ചക്ഷേത്ര പ്രവേശനം. കർക്കിടകം രാശിയിൽ വ്യാഴം നിൽക്കുമ്പോൾ അത് അസാധാരണമായ ഫലങ്ങളാണ് നൽകാൻ പോകുന്നത്. എടുത്തു പറയേണ്ടത് ഒന്നുണ്ട്: പലരും ഇതിനെക്കുറിച്ച് ആശങ്കകൾ പങ്കുവെക്കാറുണ്ട്. ധനം, ജോലി, കുടുംബം എന്നിങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും വ്യാഴം ചൊരിയുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെ? നമുക്ക് ഓരോ രാശിയായി പരിശോധിക്കാം. മേടം രാശി. ആദ്യമായി നമുക്ക് മേടം രാശിയെക്കുറിച്ച് സംസാരിക്കാം. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം എന്നിവരാണ് മേടം രാശിയിൽ വരുന്നത്. മേടം രാശിക്കാർക്ക് ഇപ്പോൾ 7.5 ശനിയുടെ തുടക്കകാലമാണ്. പലരും പേടിയോടെ ചോദിക്കാറുണ്ട്, ഇനി എന്ത് സംഭവിക്കുമെന്ന്. എന്നാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഭയപ്പെടേണ്ട കാര്യമില്ല. ശനിയുടെ ഈ തുടക്കഘട്ടം അത്ര ദോഷകരമല്ല. ഇതിന് തെളിവായി ജൂൺ 2-ാം തീയതി വ്യാഴം നിങ്ങളുടെ 4-ാം ഭാവത്തിലേക്ക്, അതായത് ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് മാറുകയാണ്. ഇത് ശനിയുടെ ദോഷത്തെ പരിപൂർണമായും ഇല്ലാതാക്കുന്ന ഒന്നാണ്. ഈ ഒരു വർഷം നിങ്ങൾക്ക് എന്തൊക്കെ ലഭിക്കും എന്ന് നമുക്ക് നോക്കാം. കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴം മീനം രാശിയിലെ, അതായത് നിങ്ങളുടെ 9-ാം ഭാവത്തിലെ ശനിയെ വീക്ഷിക്കുന്നു. ഇത് ശനിയുടെ നെഗറ്റീവ് സ്വാധീനത്തെ പൂർണ്ണമായും മാറ്റി നിർത്തും. വിവിധ മാർഗങ്ങളിലൂടെ ധനം നിങ്ങളിലേക്ക് വരും. ജോലിയില്ലാത്തവർക്ക് നല്ല അവസരങ്ങൾ, ജോലിയിലുള്ളവർക്ക് പ്രമോഷൻ, അല്ലെങ്കിൽ പഴയ ജോലിയിലേക്ക് തന്നെ തിരിച്ചു വിളിക്കപ്പെടാനുള്ള സാധ്യത. കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും നിറയും. കുടുംബ സ്വത്തുക്കൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂലമായ സമയമാണിത്. കോടതി വ്യവഹാരങ്ങൾ, തർക്കങ്ങൾ എന്നിവയിൽ നിങ്ങൾ വിജയിക്കും. രാഷ്ട്രീയ, സാമൂഹിക മേഖലയിലുള്ളവർക്ക് ഇത് മികച്ച കാലഘട്ടമാണ്. പഴയ പിണക്കങ്ങൾ മാറുകയും പുതിയ സൗഹൃദങ്ങൾ ലഭിക്കുകയും ചെയ്യും. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് എല്ലാ മേഖലയിലും വിജയമുണ്ടാകും. എങ്കിലും ഒരു ചെറിയ ഉപദേശം: ഈ 7.5 ശനിയുടെ തുടക്ക കാലഘട്ടമായതുകൊണ്ട് പുതിയ ബിസിനസ്സുകളിൽ അമിതമായി പണം മുടക്കുന്ന ഇൻവെസ്റ്റ്മെന്റുകൾ തൽക്കാലം ഒഴിവാക്കുന്നതാണ് നല്ലത്. സമയം അനുകൂലമായി വരുമ്പോൾ അതൊക്കെ ചെയ്യാം. ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോവുക. സന്തോഷമായിരിക്കുക. ശനിദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നോക്കാം. ശനിദേവൻ അച്ചടക്കത്തെയും അധ്വാനത്തെയും ഇഷ്ടപ്പെടുന്ന ഗ്രഹമാണ്. അതിനാൽ ശനിദോഷം അനുഭവിക്കുന്നവർക്ക് ഏറ്റവും മികച്ച പരിഹാരം സേവനമാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ അയ്യപ്പസ്വാമിയെയോ ശനിദേവനെയോ ദർശിക്കുന്നത് ഉത്തമമാണ്. എള്ളെണ്ണ വിളക്ക് തെളിയിക്കുന്നത് മനസ്സിന് അസ്വസ്ഥതകൾ മാറാൻ സഹായിക്കും. മദ്യപാനം, അമിതമായ ദേഷ്യം, അനാവശ്യമായ തർക്കങ്ങൾ എന്നിവ ഒഴിവാക്കി ഒരു അച്ചടക്കമുള്ള ജീവിതശൈലി സ്വീകരിക്കുന്നത് ശനിയുടെ ദോഷത്തെ കുറയ്ക്കും. വ്യാഴം അല്ലെങ്കിൽ ഗുരുവിനെ പ്രീതിപ്പെടുത്താൻ. വ്യാഴം വിജ്ഞാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഗ്രഹമാണ്. വ്യാഴത്തെ പ്രീതിപ്പെടുത്താൻ സ്നേഹവും ബഹുമാനവുമാണ് ആവശ്യം. അധ്യാപകർ, മുതിർന്നവർ, വഴികാട്ടികൾ എന്നിവരെ ആദരിക്കുക. ഇത് വ്യാഴത്തിന്റെ അനുഗ്രഹം ലഭിക്കാൻ ഏറ്റവും ഉത്തമമാണ്. കഴിവുള്ള എന്നാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സഹായിക്കുക. ഇത് വ്യാഴത്തിന് ഏറ്റവും പ്രിയപ്പെട്ട കാര്യമാണ്. വ്യാഴാഴ്ചകളിൽ ക്ഷേത്ര ദർശനം നടത്തുക. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങളോ പൂക്കളോ സമർപ്പിക്കുന്നത് ഗുണകരമാണ്. മനസ്സിനെ ശാന്തമാക്കാൻ ധ്യാനം ശീലമാക്കുക. അസ്വസ്ഥമായ മനസ്സ് എപ്പോഴും ഗ്രഹങ്ങളുടെ നെഗറ്റീവ് ഫലങ്ങളെ വേഗത്തിൽ ആകർഷിക്കും. പരിഹാരങ്ങൾ എന്നത് പ്രശ്നങ്ങൾ പെട്ടെന്ന് മാറ്റിമറിക്കാനുള്ള മാന്ത്രിക വിദ്യകളല്ല, മറിച്ച് കഠിനമായ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ തന്നെ ശക്തിപ്പെടുത്താനുള്ള വഴികളാണ്.
ഈ പരിഹാരങ്ങൾ വിശ്വാസത്തോടെ ചെയ്യുക, ഒപ്പം സ്വന്തം പ്രയത്നത്തിൽ വിശ്വസിക്കുകയും ചെയ്യുക. തീർച്ചയായും മാറ്റം സംഭവിക്കും. മേടം രാശിക്കാർക്ക് ഈ വർഷം ഒരു രാജയോഗ കാലം തന്നെയാണ്. എല്ലാ മേഖലയിലും നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും. നിങ്ങൾ മേടം രാശിക്കാരാണ് എങ്കിൽ ഈ പോസിറ്റീവ് മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇടവം രാശി. കാർത്തികയുടെ അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി. അടുത്തതായി നമ്മൾ സംസാരിക്കുന്നത് ഇടവം രാശിക്കാരെ കുറിച്ചാണ്. ഇവിടെ ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. പല ജ്യോതിഷ ഗ്രന്ഥങ്ങളിലും 3-ാം ഭാവത്തിൽ വ്യാഴം വന്നാൽ ദോഷം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇടവൻ രാശിക്കാരോട് പലരും ഇത് പറഞ്ഞ് ഭയപ്പെടുത്താറുണ്ട്. എന്നാൽ 12 വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന വ്യാഴത്തിന്റെ ഈ മാറ്റം ഞാൻ നേരിട്ട് നിരീക്ഷിച്ചത് വെച്ച് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇതൊരു ദോഷകാലമല്ല, മറിച്ച് ഇടവം രാശിക്കാർക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു രാജയോഗ കാലമാണ്. എന്തുകൊണ്ടാണ് ഇത് രാജയോഗം എന്ന് പറയുന്നത്? ശനി വ്യാഴം കൂട്ടുകെട്ട്. നിലവിൽ നിങ്ങളുടെ 11-ാം ഭാവത്തിൽ, അതായത് ലാഭസ്ഥാനത്ത് ശനി നിൽക്കുന്നു. ഇത് ശനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച സ്ഥാനമാണ്. ഇനിയും ഏകദേശം 1.25 വർഷം കൂടെ ആ 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് തന്നെ ശനി നിൽക്കും. അപ്പോൾ ശനിയെ കൊണ്ട് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ദോഷവുമില്ല. ഇപ്പോൾ വ്യാഴം കർക്കിടകത്തിലേക്ക് മാറുമ്പോൾ അത് 11-ൽ നിൽക്കുന്ന ഈ ശനിയെ ദൃഷ്ടി ചെയ്യുന്നു. അതായത് ലാഭസ്ഥാനത്തെ ശനിയുടെ ഗുണഫലങ്ങൾ വ്യാഴം ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുന്നു. ഈ ഒരു വർഷം നിങ്ങൾക്കുണ്ടാവുന്ന നേട്ടങ്ങൾ പരിശോധിക്കാം. ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധേയമായ കുതിച്ചുചാട്ടം അനുഭവപ്പെടുന്നതായിരിക്കും. ജോലി ലഭിക്കാൻ കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ വാതിൽ തുറക്കും. അപ്രതീക്ഷിതമായ വഴികളിലൂടെ ധനലാഭം കൈവരിക്കുന്ന യോഗവും ദൃശ്യമാകുന്നു. നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാനിടയുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട പുരോഗതികളും അംഗീകാരങ്ങളും വർദ്ധിക്കും. മുമ്പ് ജോലി നഷ്ടപ്പെട്ടവർക്കായി പഴയ ജോലി തിരികെ ലഭിക്കുന്നതിനുള്ള സാധ്യത ശക്തമാണ്. അതില്ലെങ്കിൽ മികച്ച വരുമാനവും സ്ഥിരതയും നൽകുന്ന പുതിയൊരു തൊഴിലവസരം കൈവരിക്കുന്നതിന് യോഗമുണ്ടാകും. വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർ ധൈര്യത്തോടെ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് ഇത് അനുകൂലമായ സമയമാണ്. ബിസിനസ് വികസനത്തിനായി എടുത്ത തീരുമാനങ്ങൾ ലാഭകരമായ ഫലങ്ങൾ നൽകുന്നതായിരിക്കും. പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാവുകയോ വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂലമായ ആലോചനകൾ വന്നു ചേരുകയോ ചെയ്യും. ആരോഗ്യപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ അവയിൽ നിന്ന് പൂർണ്ണമായ ശമനമുണ്ടാകും. കോടതി വ്യവഹാരങ്ങളോ തർക്കങ്ങളോ നിലനിൽക്കുന്നുണ്ടെങ്കിൽ വിധി നിങ്ങൾക്ക് അനുകൂലമായി വരും. ഇടവൻ രാശിക്കാർക്ക് ഇപ്പോൾ വരുന്നത് വലിയൊരു ഭാഗ്യകാലമാണ്. എങ്കിലും ഈ ഭാഗ്യത്തെയും ഊർജത്തെയും ഒരു വർഷക്കാലം നിലനിർത്താൻ ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വ്യാഴം കർക്കിടത്തിൽ ഉച്ചസ്ഥനായി നിൽക്കുമ്പോൾ വിഷ്ണു ഭജനം അതിവിശേഷമാണ്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. മഞ്ഞ വസ്ത്രങ്ങളോ മഞ്ഞ പൂക്കളോ അർപ്പിക്കുന്നത് വ്യാഴത്തിന്റെ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കും. ഇത് മനസ്സിനെ ശാന്തമാക്കാനും തീരുമാനങ്ങൾ എടുക്കാനുള്ള കരുത്ത് വർദ്ധിപ്പിക്കാനും സഹായിക്കും. വ്യാഴം 3-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ചിലർക്ക് അമിതമായ അലസതയോ അല്ലെങ്കിൽ കാര്യങ്ങൾ മാറ്റിവെക്കാനുള്ള പ്രവണതയോ ഉണ്ടായേക്കാം. ഇത് പൂർണ്ണമായും ഒഴിവാക്കുക. 3-ാം ഭാവം പരാക്രമ സ്ഥാനമാണ്. അതിനാൽ പുതിയ കാര്യങ്ങൾ തുടങ്ങാനും അധ്വാനിക്കാനും മടി കാണിക്കരുത്. നിങ്ങൾ എത്രത്തോളം അധ്വാനിക്കുന്നുവോ അത്രത്തോളം ഫലം നിങ്ങൾക്ക് ലഭിക്കും. 11-ലെ ശനിയെ വ്യാഴം നോക്കുന്നതിനാൽ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ചെറിയ സഹായങ്ങൾ പോലും നിങ്ങൾക്ക് വലിയ പുണ്യം നൽകും. ശനിയാഴ്ചകളിൽ മുതിർന്നവർക്കോ നിർധനർക്കോ ഭക്ഷണ സാധനങ്ങൾ നൽകുന്നത് ശനിയുടെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കാൻ സഹായിക്കും. പലപ്പോഴും മറ്റുള്ളവർ പറയുന്ന നെഗറ്റീവ് അഭിപ്രായങ്ങൾ കേട്ട് ഇടവം രാശിക്കാർ തങ്ങളുടെ പ്ലാനുകൾ മാറ്റാറുണ്ട്. ഇത് ഒഴിവാക്കുക. സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ ഉൾവിളി ഈ കാലയളവിൽ വളരെ ശക്തമായിരിക്കും. അത് വിശ്വസിക്കുക. ഇടവം രാശിക്കാരെ, ഈ പരിഹാരങ്ങൾ വെറും ചടങ്ങുകളല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിനെ ഈ വിജയകാലത്തിലേക്ക് പാകപ്പെടുത്താനുള്ള വഴികളാണ്. ഈ വർഷം നിങ്ങൾക്ക് നൽകുന്നത് വെറും നേട്ടങ്ങളല്ല, മറിച്ച് ജീവിതത്തിലെ വലിയൊരു ഉയർച്ചയാണ്.
അചഞ്ചലമായ വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. വിജയം നിങ്ങളെ തേടി വരും. ചുരുക്കത്തിൽ, ആവശ്യമില്ലാത്ത നെഗറ്റിവിറ്റി കേട്ട് മനസ്സ് വിഷമിപ്പിക്കരുത്. 3-ൽ നിൽക്കുന്ന വ്യാഴം നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യൂ. സർവ്വ സൗഭാഗ്യങ്ങളും തേടിയെത്തുന്ന ഒരു വർഷമായിരിക്കും ജൂൺ 2-ാം തീയതി മുതൽ ഇടവം രാശിക്കാരെ കാത്തിരിക്കുന്നത്. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. അടുത്തതായി നമ്മൾ സംസാരിക്കുന്നത് മിഥുനം രാശിക്കാരെ കുറിച്ചാണ്. ജന്മത്തിൽ നിന്ന് വ്യാഴം മാറി ധനസ്ഥാനത്തേക്ക് വരുന്നു എന്നത് മിഥുനക്കൂറുകാർക്ക് ചെറിയൊരു മാറ്റമല്ല, വലിയൊരു വിപ്ലവമാണ് നൽകാൻ പോകുന്നത്. ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഈ മാറ്റത്തെക്കുറിച്ച് കൃത്യമായ വിശകലനം നടത്താം. മിഥുനം രാശിക്കാർക്ക് വ്യാഴം ജന്മരാശിയിൽ നിന്ന് 2-ാം ഭാവമായ കർക്കിടകത്തിലേക്ക് മാറുന്നു. കർക്കിടകം വ്യാഴത്തിന്റെ ഉച്ചക്ഷേത്രമാണ്. വ്യാഴം ഉച്ചസ്ഥനായി 2-ൽ നിൽക്കുമ്പോൾ ഇത് അസാധാരണമായ ഫലങ്ങളാണ് നൽകുന്നത്. ജ്യോതിഷപരമായി ഒരു രാശിക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച അവസ്ഥകളാണ് ഇത്. കണ്ടകശനി എന്ന പേടി വേണ്ട. പലരും പറയും 10-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നതുകൊണ്ട്, അതായത് കണ്ടകശനി ആണ്, ഗുണമില്ല എന്ന്. എന്നാൽ ഇവിടെയാണ് വ്യാഴത്തിന്റെ ശക്തി. വ്യാഴം കർക്കിടകത്തിൽ നിന്ന് ശനിയെ നോക്കുമ്പോൾ ശനിയുടെ ദോഷങ്ങൾ നീങ്ങുകയും നിങ്ങൾ ആഗ്രഹിച്ച ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും. 2-ാം ഭാവം ധനസ്ഥാനമാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ പണം നിങ്ങളിലേക്ക് എത്തും. സാമ്പത്തികമായി വലിയ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണെങ്കിൽ പോലും ആ അവസ്ഥ മാറി സാമ്പത്തിക ഭദ്രത കൈവരും. ജോലിയുള്ളവർക്ക് പ്രമോഷൻ, പുതിയ ഉത്തരവാദിത്തങ്ങൾ, ബിസിനസ് ചെയ്യുന്നവർക്ക് നിക്ഷേപം വർദ്ധിപ്പിക്കാം. വലിയ ലാഭം പ്രതീക്ഷിക്കാവുന്ന വർഷമാണിത്. മത്സര പരീക്ഷകൾ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് മികച്ച വർഷമാണ്. പരീക്ഷകളിൽ വിജയം ഉറപ്പാണ്. ലോട്ടറി പോലുള്ള ഭാഗ്യ പരീക്ഷണങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. എന്നാൽ ഇത് അമിതമാക്കരുത്. പൂർവിക സ്വത്തുക്കൾ ലഭിക്കാൻ കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള അനുകൂലമായ സാഹചര്യം ഈ കാലയളവിൽ തെളിയും. ഇത്രയും വലിയ ഭാഗ്യം വരുന്നതുകൊണ്ട് അത് നിലനിർത്താൻ ചില കാര്യങ്ങൾ ശീലിക്കാം. 2-ാം ഭാവം വാക്കിന്റെ സ്ഥാനമാണ്. വ്യാഴം അവിടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾക്ക് ഫലസിദ്ധി ഉണ്ടാകും. അതിനാൽ അനാവശ്യമായ തർക്കങ്ങളോ ദേഷ്യപ്പെട്ടുള്ള സംസാരമോ ഒഴിവാക്കി സൗമ്യമായി പെരുമാറുക. അത് നിങ്ങളുടെ ഭാഗ്യത്തെ ഇരട്ടിയാക്കും. ബുധന്റെ രാശിയായ മിഥുനക്കൂറുകാർക്ക് വിഷ്ണുപ്രീതി വരുത്തുന്നത് വ്യാഴത്തിന്റെ ഗുണഫലങ്ങൾ പെട്ടെന്ന് ലഭിക്കാൻ സഹായിക്കും. കഴിയുന്നത്ര നിർധനരായവർക്ക് ഭക്ഷണം നൽകുകയോ അറിവ് പകർന്നു നൽകുന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയോ ചെയ്യുക. വ്യാഴം ഉച്ചസ്ഥനായി നിൽക്കുന്ന ഈ കാലയളവിൽ മിഥുനം രാശിക്കാർക്ക് പണം വരാൻ ഒരു തടസ്സവും ഉണ്ടാകില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ വർഷം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കും. അത് തൊഴിലിലോ സാമ്പത്തിക നിലയിലോ കുടുംബജീവിതത്തിലോ ആയിരിക്കും. നിങ്ങൾ ലോട്ടറി എടുക്കുന്നവരാണ് എങ്കിൽ ഈ വർഷം തീർച്ചയായും പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. കാരണം ഗ്രഹങ്ങൾ അത്രമേൽ അനുകൂലമാണ്.